ഹായ് വെൽക്കം ബാക്ക് ടു ബോയ്സ് ഹൗസ്. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പയും കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്, പാൽക്കപ്പ. അതിനായിട്ട് ഞാനിവിടെ കപ്പ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് നമ്മൾ കൊത്തി ഇടുന്നത് പോലെ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെയും ചേർത്ത്, ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്, അല്ലാതെ വേണേലും വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് 2-3 പച്ചമുളകും ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു 3 വെളുത്തുള്ളി, ഇത്രയും കൂടെയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ കപ്പ റെഡിയായി സെറ്റായിരിപ്പുണ്ട്. ഇനി ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഊറ്റി വെക്കണം. ആ വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പം കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും കുറച്ച് വേപ്പിലയും ഉണക്കമുളകുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതും കൂടെയും ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ ഉള്ളി ഒന്ന് നല്ലതുപോലെ മൂത്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് നമുക്ക് കപ്പ പാലിൽ വേവിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വേണേലും താളിച്ച് ചേർക്കാം. അപ്പം ഞാനിവിടെ ഫസ്റ്റ് തന്നെ താളിച്ച് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കപ്പ റെഡിയായി കഴിഞ്ഞിട്ട് താളിച്ച് ചേർത്താലും മതി. ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാലും മതി. അത് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട. അപ്പോഴത്തേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള കപ്പയും കൂടെയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മെയിൻ ഐറ്റം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ പോവാണ്. തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ 2ാം പാലിൽ കിടന്ന് അതൊന്ന് തിളച്ച് സെറ്റായി രണ്ടും കൂടി ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം അവസാനമാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെക്കുന്ന തലപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2ാം പാൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് യോജിച്ച് വരണം. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഒന്ന് സെറ്റാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറവായിരിക്കും. തേങ്ങാപ്പാലിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ചെല്ലാം കൂടെ യോജിച്ച് സെറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ആ തലപ്പാൽ, ഫസ്റ്റ് പാല്, അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. ഒത്തിരി അങ്ങ് ലൂസായി പോകാൻ പാടില്ല. ഇനി ഇത് തിളയ്ക്കാനൊന്നും പാടില്ല. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഓഫ് ചെയ്യാം. അത് ഇരുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അതുകൊണ്ട് കുറച്ച് ലൂസ് ഉള്ളപ്പോൾ തന്നെ ഓഫ് ചെയ്തിടണം. അപ്പം നമ്മളിവിടെ പാൽക്കപ്പ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ഞാനിവിടെ ഇത് മീൻ കറീൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ഒരു മീൻ പൊരിച്ചതും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.